അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ഹാജി, മറ്റു ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, ജാബിറുദവി, മറ്റ് എല്ലാവരെയും നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതന്നെ ഈ ആലുവയിലുള്ള കളരിക്കൽ യൂസുഫ് എന്നൊരു വ്യക്തി കുത്തുബുസ്സമാനി എന്ന പേരിൽ ഒരു തരീഖത്തുമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ആ ശൈഖിനെ കുറിച്ചും അവരുടെ ഖലീഫമാരെ കുറിച്ചും അവരുടെ മുരീദന്മാരെ കുറിച്ചുമുള്ള നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല സത്യങ്ങളും അനുഭവിച്ചവരിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞാൻ അരിമ്പ്ര സ്വദേശിയാണ്. എന്റെ പേര് അബ്ദുസലാം എന്നാണ്. ഞാൻ ഈ ത്വരീഖത്തുമായിട്ട് ബന്ധപ്പെടുന്നത് കിടങ്ങൈ ഇസ്മായിൽ ഫൈസി, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. ദാറുൽ അനേക കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങളുടെ മഹല്ലത്തിലെ കിടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു ഞങ്ങളുടെ പള്ളിയിലെ ഖാദി. അപ്പൊ ഉസ്താദിന് കുത്തുബോധം വരാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് മകനെ പറഞ്ഞേക്കണത്. അങ്ങനെ ഇസ്മായിൽ ഉസ്താദ് 13 വർഷം സേവനം ചെയ്തു. ആ 13 വർഷം സേവനം ചെയ്ത സമയത്ത് ഇസ്മായിൽ ഉസ്താദ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പല ഉദവികൾക്കും അറിയാം, അവരൊക്കെ കുത്തുബോധം വന്നിട്ടുണ്ട്. കാരണം ഉസ്താദ് പല ആളുകളെയും ഇങ്ങനെ വിടും. നമ്മളെ മുസ്തഫ ഉദവി ആക്കോട്, അതേപോലെ റഫീഖ് ഉദവി, അവരൊക്കെ അവിടെ വന്നിരുന്ന നമ്മളൊക്കെ പരിചയമുള്ള ആളുകളാണ്. അതേപോലെ ദാറുലുള്ള പല ആളുകൾക്കും ഈ ഇസ്മായിൽ സാഹിബ് വഴി അരിമ്പ്രയുള്ള ആളുകൾ പല ആളുകളെയും പരിചയമുണ്ട്. ഈ സിദ്ദീഖ് അരിമ്പ്രന്റെ വീട്ടിലായിരുന്നു അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാവുക. സിദ്ദീഖ് അരിമ്പ്രനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അവിടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അവന്റെ വീട്. അങ്ങനെ ഇസ്മായിൽ ഉസ്താദിന് ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾക്കറിയാം. ഒരാൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ, ഒരാഴ്ച സംസാരിച്ചു കഴിഞ്ഞാൽ അത് തോളി കച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് മയക്കി സോപ്പിട്ടാണ്ട് എന്ത് ചെയ്യും, മൂപ്പര് ആ ആളാണ്ട് കുപ്പിയിലാക്കും. അത് മൂപ്പരൊരു കഴിവാണ്. അത് നമ്മൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാവും. പിന്നെ മൂപ്പര് സംസാരവും അങ്ങനെ തന്നെയാണ്, നല്ല സംസാരമായിരിക്കും മൂപ്പരെടുക്കുന്നത്. നമ്മൾ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഈ ത്വരീഖത്തിലൊന്നും അത്ര സജീവമായിട്ടില്ല. അന്ന് വളരെ സൂക്ഷ്മമായിട്ട് ജീവിക്കാൻ നമ്മൾ കണ്ടാൽ ഭയങ്കര ഇതന്നെയാണ് ഒരു ആത്മീയ നേതാവ് വിചാരിച്ചു പോകും. കാരണം അത്രയും സൂക്ഷ്മതയിൽ ഇങ്ങനെ ജീവിച്ചു പോരുന്ന കാലത്താണ്. അപ്പൊ എന്താണ് ഇസ്മായിൽ ഉസ്താദ് എന്താണോ പറയണത് അത് നമ്മൾ, കാരണം നമുക്ക് അവിടെ വെള്ളിയാഴ്ച ഉസ്താദിന്റെ കുത്തുബ കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ ക്ലാസ് കേൾക്കാതിരിക്കും. നല്ല പ്രഭാഷണം ഉണ്ടാവും അവിടെ, നല്ല വായനക്കാരാവും, നല്ല മഹാന്മാരെ ചരിത്രങ്ങൾ പറയും. അതൊക്കെ കേട്ടിങ്ങനെ നമ്മൾ ആ ഒരു പരിചയമില്ല ഉസ്താദിനെ. അങ്ങനെ ആ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത് ഉസ്താദിനെ. ഇങ്ങനെ നല്ലൊരു വ്യക്തി. ഈ വ്യക്തി പറയുമ്പോ നമ്മളോട് ഇങ്ങനെ ഒരു ശേഷമുണ്ട്, ഇങ്ങനെ ആലുവയിലൊരു ഷെയ്ഖുണ്ട്, മുറബിയായ ഷെയ്ഖാണ്, നമുക്ക് പോവല്ലേ. അങ്ങനെ ഒരു ത്വരീഖത്തിന് ശൈലി തന്നെ ഇല്ല. ആത്മീയ ഗുരുവിനെ നമ്മൾ തേടി കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ലേ? അങ്ങനെ നമ്മക്കറിയാവുന്നതൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ വെച്ചാല് ആളെ റിക്രൂട്ട് ചെയ്യണമായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ളോ നിങ്ങൾ പറയും, നമ്മൾ പോവല്ലേ, എന്നാ പോണേ, പോവല്ലേ ഇതിങ്ങനെ ചോദിച്ചാണ്ട് ആളുണ്ടാക്കാം. അങ്ങനെ ഒരു ത്വരീഖത്ത് അത് നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ അത് നമുക്കറിയാം. നമ്മൾ അരിമ്പ്രയില് ആദ്യം ഉസ്താദായിട്ട് ബയ്യത്ത് ചെയ്തിരുന്ന ആളുകളാണ് ഈ ഇബ്രാഹിം കുട്ടി അരിമ്പ്ര, പിന്നെ സിദ്ദീഖ് അരിമ്പ്രക്ക് എന്റെ മുന്നേ ചെയ്തത്. റഹീം മൗലാരടുത്താണ് ഓലൊക്കെ ചെയ്തത്. ഓലുവായി എന്ത് ചെയ്യും, നിങ്ങൾ ഓനോടൊന്ന് പറഞ്ഞു നോക്കി, മറ്റവരോടൊന്ന് സംസാരിച്ചു നോക്കി, നമുക്ക് അവിടെ ഇവിടെ ഇബ്രാഹിം കുട്ടിനോട് സംസാരിച്ചാണ് നിങ്ങൾ ഓനെ കൂട്ടിയിട്ട് ചടങ്ങായി വീട്ടിൽ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർക്ക് തന്നെ ആളുണ്ടാക്കാം. അങ്ങനെ ഇസ്മായിൽ ഉസ്താദിന്റെ അടുത്ത് പോയി, അത് വീട്ടിൽ ചെന്നു, ഞങ്ങൾ ബയ്യത്ത് ചെയ്തു. എന്നിട്ട് അന്ന് ശരി, അന്ന് മോങ്ങത്തുനിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ജാഫ്രദവി ആരോ പ്രസംഗിച്ച ആ കാരക്ക തന്ന കഥയൊക്കെ. ഒരു കാരക്ക തന്നിട്ട് അത് തിന്നണം, അതിന്റെ ഒന്നും ഒഴിവാക്കാൻ പറ്റൂല, അത് കടിച്ചു പൊട്ടിച്ച് തിന്നെ വേണം. അങ്ങനെ ഉദവിയൊക്കെ എത്ര 4 ദിവസമൊക്കെ വായിലിട്ട് നടന്നു എന്ന് കേട്ടു. അതിന് ഇന്നോട് ഉസ്താദ് പറഞ്ഞ എന്താ വെച്ചാല്, നിങ്ങൾക്ക് അതിന്റെ കുരു തിന്നാൻ കഴിയണില്ലെങ്കിൽ എന്താ ചെയ്യാം, കിണറ്റിക്കിട്ടാ മതി എന്നാ. ഞാനേ കിണറ്റിക്കിട്ടീനി. കഴിഞ്ഞ വേനൽക്ക് ഭയങ്കര വരൾച്ചയാണ്. ഭാഗ്യത്തിന് എന്ത് ചെയ്തിന്, ആ മണ്ണും അടിയൊക്കെ കാച്ചി മാന്തി പോയിണ്ടാവും എന്ന്. ഇത് കാരണം ഇത് വല്ല കൂടാത്തരുണ്ടെങ്കിലും അതില് പറയാൻ പറ്റില്ലല്ലോ. ഇത് കിണറ്റി കൊണ്ടുപോയിട്ടാ, തിന്നാൻ കഴിഞ്ഞില്ലെങ്കിൽ കിണറ്റി കൊണ്ടുപോയിട്ടാ മതി.
വേറെ ഓടി ഇടാൻ പറ്റൂല. അങ്ങനെ ബലി ദിക്റും ചെന്ന് നമ്മളിത് ചൊല്ലി നടക്കുന്ന കാലത്ത് അന്ന് തന്നെ ഉസ്താദിനോട് ഞങ്ങൾ ഒരു കാര്യം, കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു അലിപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി ആർക്കുണ്ട്? സമസ്തന്റെ നേതാക്കൾക്കുണ്ട്. കാരണം ഒന്നും തീരാത്ത ഞാൻ തമിഴ്നാട്ടിൽ 2 വർഷം പഠിച്ച മനുഷ്യനാ ഡിഫാമിന്. എനിക്കറിയാം അവിടുത്തെ മുസ്ലിമുകളെ അവസ്ഥ എനിക്കറിയാം. വലിയ പേര് കേട്ടാ നമ്മൾ നിസ്കരിക്കാൻ പോലും പോകില്ല. നമ്മളോട് ചോദിക്കാൻ എന്താ അറിയോ, നിങ്ങൾ റമദാനിൽ 30 നോൻപ് നോൽക്കുക. ആരെ ചോദിക്കുക? ഈ വലിയ താടി വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് നമ്മളൊരു മോലാരാണെന്ന് വിചാരിക്കുന്ന ആളുകളെ ചോദിക്കുക 30 നോൽക്കുക എന്നൊക്കെ. ഓൽക്ക് അത്ഭുതമാണ് നമ്മൾ 30 നോൻപ് നോൽക്കും എന്നൊക്കെ പറഞ്ഞാല്. എന്താ ചെയ്യുക? ആ സാധുക്കൾക്ക് അങ്ങനെ ഒരു പരിചയമില്ല. പിന്നെ അതേപോലെ ഈ ഒസൂരി പറഞ്ഞ സ്ഥലമുണ്ട്, ബാംഗ്ലൂർ അടുത്താണ്, തമിഴ്നാടിന്റെ ബോർഡറാ. അവിടെ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയത് അവിടെ ആയിരുന്നു. അവിടെയുള്ള പള്ളിയിലെ മുക്രിക്ക് 73 വയസ്സൊക്കെയാന്ന് പറഞ്ഞേ, വലിയ വയസ്സായിട്ട് താടി. അയാൾ പറയാണ് ഞാൻ 30 വർഷമായിട്ടാണ് നിസ്കാരം തുടങ്ങിയിട്ട്. അപ്പൊ എത്രാമത്തെ വയസ്സിലേക്കാണ് മൂപ്പര് തുടങ്ങിയേ? അതന്നെ എങ്ങനെ തുടങ്ങിയത് പറഞ്ഞാ തെബിലിയാര് പിടിച്ചുകൊണ്ടുപോയി പറഞ്ഞു ഒരു ദിവസം. അങ്ങനെ കുറച്ചു ദിവസം നിസ്കരിച്ചു, മൂപ്പര് മുങ്ങി, പിന്നെയും വില കാണുമ്പോ മുങ്ങും, പിന്നെയും പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി ഇയാളാണ് നന്നാക്കിയത്. മൂപ്പരയോട് അന്ന് അവൾക്ക് പിന്നെ വേറെ പ്രത്യേകത, ഒരു ഇൽമ കിട്ടിയാലോല് അതേമാതിരി പ്രവർത്തിക്കും. കാരണം അന്ന് തെബിലീന്റെ പ്രവർത്തകര് മൂപ്പരോട് പറഞ്ഞാണല്ലോ നിങ്ങൾ താടി വളർത്തണം, ഇതൊന്നും വെട്ടാൻ പാടില്ല, ചെറുതാക്കി വെട്ടാൻ പാടില്ല. ഞാൻ അതിന്റെ ശേഷം അങ്ങനെ വടിച്ചിട്ടില്ല, താടി വളരെ ചെറുതാക്കിയിട്ടില്ല മൂപ്പര് പറഞ്ഞു. കാരണം അവർക്ക് അന്ന് മൂപ്പർക്കൊരു ഇൽമ പറഞ്ഞെടുത്താണ് ഓല് അതോല് ചെയ്യണ്ടേ. അപ്പൊ ഈ അവസ്ഥ ഞമ്മക്കറിയാം. കാരണം കേരളത്തിൽ ജീവിച്ച ഞമ്മക്കറിയാം ഇവിടെ ഒരു അറഫ് ഓതുന്നുണ്ടെങ്കിൽ അത് സമസ്ത പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ ഇസ്മായിൽ ഒലിയാറാട്ടെ, അബ്ബാസ് ഫൈസി ആട്ടെ, മജീദ് പൂങ്ങോടാട്ടെ, ഓല് ഇന്നലെ കൊണ്ടോട്ടി ഇവിടെ അടുത്ത ദിവസം ഒന്ന് പ്രസംഗിച്ച്, ഓനൊക്കെ പ്രസംഗിച്ച കേൾക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുവനെ? ഈ സമസ്തയെന്ന് പഠിച്ചു പോയാണ്ട് പിന്നെ ഓൽക്കേ തീരുള്ളൂ. സമസ്തന്റെ 40 മുശാവർക്ക് തീരുമാനിച്ചാൻ കഴിയാത്ത ഇന്ന് ജാഗ്രതയെ പറ്റി വരാണ് ഒരു മുക്കുവൻ തീരുമാനിക്കുന്നുണ്ട്. ഓൽക്ക് അറിയാത്ത ഒരു മുക്കുവനെ തീരുമാനിക്കാനേ ഉള്ളൂ അല്ലെ ഷേഖ്? അതത്രേ ഉള്ളൂ. 40 മുശാവറൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. പിന്നെ സമസ്തക്കാരന് ഒരു കാര്യം വരുമ്പോ ആധികാരികമായിട്ട് പറയേണ്ടി വരും. അപ്പൊ 40 മുശാവറ ചർച്ച ചെയ്യും, അതിന് രേഖ ഉണ്ടാക്കും, അങ്ങനെ പറയുള്ളൂ. ഇതെന്തേ അബൂബക്കർ മുണ്ടമ്പറമ്പ് പോയി ചോദിച്ചാൽ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏത് പൊട്ടനും പോയി ഈ ഷേഖിനോട് 2 വാക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇയാളെ ഇൽമും ഇയാളെ തെക്കുവിയും ഇയാളെ സൈദാൽപ്പാജി പറഞ്ഞാൽ ഇയാളെ ശരീഅത്ത് ഏത് റൂട്ടിലാ പോണെന്നൊക്കെ. ഇവർക്ക് എന്താ വെച്ചാൽ കുറെ ഹലാല് ജായിദും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഷേഖ്. അത് പിന്നെ സലാമാജി ഇവിടെ വരും വിചാരിച്ചിരുന്ന മൂപ്പർക്ക് ശരിക്കറിയാം. മൂപ്പര് ഞങ്ങളായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞു അത് ഇനി കൂടുതൽ നമ്മക്ക് ഇപ്പൊ പറയണ്ട, പറഞ്ഞാൽ വഷളാവും. ഷേഖിനെ കുറിച്ച് അത്രത്തോളം മൂപ്പർക്കറിയാം. എന്നിട്ട് ഈ ഇസ്മായിൽ ഉസ്താദിനോട് ഈ സമസ്തന്, കാരണം നമ്മൾ ചെറുപ്പത്തിലെ SKSFന്റെയും ഈ സിദ്ദീഖ് കരിമ്പ്രന്റെ കൂടെ ഇന്ന് ഞാൻ SKSFന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെ. കാരണം സിദ്ദീഖ് കരിമ്പ്രാണ് നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലെ വളർന്നു വരുമ്പോൾ SKSFന്റെ പ്രവർത്തനത്തിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ സജീവമായിട്ട് SKSFന്റെ പ്രവർത്തനത്തിൽ വരുന്നതന്നെ. ആ സമയത്ത് ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ ത്വരീഖത്തിനെ കുറിച്ച് സമസ്ത ഈ ത്വരീഖത്തിനെ എതിർക്കുകയാണെങ്കിൽ എന്താ ഉസ്താദ് ചെയ്യാം? അന്ന് തന്നെ കാരണം നമ്മൾക്ക് ബാധ്യതയാണല്ലോ. പണ്ഡിതന്മാരെ എതിർത്ത ത്വരീഖത്ത് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അന്ന് നൂരിഷ സംശയൊക്കെ കേട്ടോണ്ട് തന്നെ നമ്മൾ ചോദിച്ചു ഈ ത്വരീഖത്തിനെ കുറിച്ച് സമസ്ത എതിർത്ത് എന്താ ഉസ്താദ് ചെയ്യാം? അത് ഉസ്താദ് അന്ന് പറഞ്ഞതാണ് ഞങ്ങളോട്, ഈ വീരപ്പുറം പള്ളി ഞങ്ങളെ പള്ളിയിലെ ചെറിയ റൂമുണ്ട്, ഉസ്താദിന് ഡ്രസ്സ് മാറാം, അവിടെ കുത്തർന്ന് പറഞ്ഞാൽ ഉസ്താദിന് നിഷേധിക്കാൻ കഴിയൂല. കാരണം ഈ വിഷയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വട്ടം ഉസ്താദിന്റെ അടുത്ത് പോകാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചാലോ ഒരാളെ പറഞ്ഞ് ചോദിച്ചാലോ ഉസ്താദ് അറിയും എനിക്ക് ആ വിഷയത്തിൽ ഓലെ കാണും വേണ്ട ചർച്ച ചെയ്യാം. കാരണം ചോദിച്ചാൽ പെടും, മറുപടി അറിയാൻ കഴിയൂല. കാരണം ഉസ്താദ് അന്ന് ഞങ്ങൾക്ക് തന്ന മറുപടിയാണ് സമസ്ത എതിർക്കാണെങ്കിൽ നമുക്ക് ഈ ത്വരീഖത്ത് ഒഴിവാക്കാം. ഏത് ത്വരീഖത്തെ ഒഴിവാക്കണത് നോക്കണം നിങ്ങൾ? കുത്തുബുസ്സമാനെയാണ് ഒഴിവാക്കുന്നത്. കുത്തുബുസ്സമാനെ ആര് സമസ്ത എതിർത്താലും ഒഴിവാക്കാം. ഇസ്മായിൽ ഉസ്താദ് പറയാം. അന്നത്തെ അവസ്ഥ അതേനി മൂപ്പരുത്. മൂപ്പര് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് സമസ്ത എതിർക്കണേ ഒഴിവാക്കണേ പ്രശ്നമില്ല, സലാമേ നമുക്ക് ഒഴിവാക്കാം, പക്ഷെ സമസ്ത വേറൊരു വഴി കാണിച്ചു തരണം. മൂപ്പര് പറഞ്ഞൊരു ന്യായമാണ് അവിടെ. സമസ്ത വേറൊരു വഴി കാണിച്ചു തരണം. എന്താ സമസ്തക്ക് ഇവിടെ ഇന്ന മശായിഖുമാര് മുറബിയാണ്, മറ്റോല് മോശത് പറഞ്ഞു കൊടുക്കണ പണിയാ സമസ്തക്ക് മൂപ്പര് പറഞ്ഞേട്ടാല്? നമുക്ക് ആവശ്യമുള്ളവര് ശരീരത്തനുസരിച്ച് ജീവിക്കുമ്പോ ആത്മീയവർക്ക് നല്ല ശേഖന്മാരോടെ ഉണ്ടെങ്കിൽ നമ്മൾ തേടി കണ്ടുപിടിക്കാന്നല്ലാതെ സമസ്തക്ക് ഇത് പറയണമാണ് അവിടെ ശരീരത്തെ നടപ്പാക്കണം സമസ്തന്റെ പരിപാടി. അല്ല ഇവിടെ ഇത് മറ്റോല് മോശം, ഇത് നല്ല ആൾക്കാര്, മറ്റേ ഷെയ്ഖ് അവിടെ ഒരു ഷെയ്ഖ് ഉണ്ടല്ലോ പോയി നോക്കി
ഇവല പരിപാടി അതാണ്. അവിടെ മറ്റേ ആള് പറയും ആരാത്തമാര്. കാരണം കൊണ്ടോട്ടി ഇതിന്റെ മുന്നേ പോലെ നമ്മളെ സമ്മേളനത്തിന് മുന്നേ പരിപാടി വെച്ചിനി. അന്ന് ഞാനവിടെ പുറത്തുനിന്ന് കേൾക്കുമ്പോ തന്നെ ഒരുത്തണ്ട് ഇങ്ങനെ വളാഞ്ചേരിക്കാരനാ, ഓനെ കണ്ടാൽ തന്നെ അറിയാം ഇവലെ സജീവ ആളാണ്. അതിൽ ഈ ഷേഖ് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞ് ഇവലെ പള്ളിക്കലും സ്ഥാപനത്തിലൊക്കെ കയറി നോക്കി ആരാ ലൂത്ത് പണിയാണ് അവിടെ നടക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ് ഈ ചങ്ങായിനോട് പറഞ്ഞ് അത് ഇയാളെ മെയിൻ വീക്ക്നെസ് ആണ് ലൂത്ത് പണി. അത് ഇടക്കിടക്ക് മൂപ്പര് പറയും പറഞ്ഞു. അതിൽ എന്നോട് ഓന് അതിൽ കേട്ടപ്പോ എന്നോട് ഓന്റെ തനി സ്വഭാവം പുറത്തേക്കെന്ന്. ഷെയ്ഖ് ആദ്യം ലൂത്ത് പണിയാണ് പല സ്ഥാപനത്തിലൊക്കെ നടക്കണെന്ന് പറഞ്ഞപ്പോ ഇപ്പം പറയാണ് അത് ശരിയാണ് ഞമ്മക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അതാണ്, ഞാൻ അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയണേ? ഇത് എങ്ങനെ നമ്മൾ ഇതിലല്ലാത്ത ആളാണെങ്കിൽ ഇതിക്ക് ചേർന്നോട്ടെ വെച്ചിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി പറയാണ്. എന്ത് നമ്മൾ അന്വേഷണത്തിൽ അതാണ്. അന്വേഷണം എന്നല്ല, ഇപ്പൊ അതിന്റെ സജീവ ആളാ റെയ്മോലാരെ കൊണ്ടിങ്ങനെ നടക്കല്ലോ ഓനാ പ്രസംഗിക്കാൻ വരുമ്പോ. എനിക്കറിയാം കറുത്തിട്ട് ചെങ്ങനെ എനിക്കറിയാം, തൊപ്പിട്ടിട്ടുണ്ടാവും, ഓന്റെ പേര് എനിക്കറിയില്ല. റെയ്മോലാരെ ഇടം വലയിട്ടുണ്ടാവും. ഓനായി പറയണേ ഓനെ എനിക്കറിയാന്ന് ഓനറിയില്ല. അതിന് ഞാൻ പറഞ്ഞ് ഇത് ലൂത്ത് പണി ഈ ഷെയ്ഖിന്റെ വീക്ക്നെസ് ആണ്. എന്നോട് ചോദിക്കാണ് ഇജ്ജ് കണ്ടിക്കണോ അത്? ഞാൻ പറഞ്ഞ് ഞാൻ കാണണ്ട, ഇയാൾ ഇടക്കിടക്ക് പറയണ്ടേ. ഞാൻ ചോദിച്ച് ഷെജ്ജെന്നാ വല്ലാതെ അന്വേഷിക്കണ്ട, അന്റെ ഷെയ്ഖിനെ കുറിച്ച് ഇന്നോട് പറയും വേണ്ടാനല്ലോ. എന്നോട് ഇങ്ങോട്ട് ചൂടായി കയറി. ഇവരെ സ്വഭാവമാണ്, ഇവരെ തെർബിയത്തിന്റെ ഊക്കാണ് ഷെയ്ഖിന്റെ. എന്തേന്ന് പറയുമ്പോത്തിന് അത് കേറും മേപ്പെട്ട് ഇങ്ങോട്ട് പറയും ജാരസന്ധതയാടാ, ഹറാമിലുണ്ടായതാണ്, ലൂത്ത് പണിന്റെ ആളാണ്. ഇയാളെ തൊള്ളിന്ന് ഇതല്ലാതെ വരൂല. പിന്നെ നിങ്ങൾ വിളിച്ചു നോക്കി. ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാർച്ച് 19 ഞാനും അബൂബക്കർ ഉദവിയും കൊണ്ടോട്ടിയിൽ നിന്നിട്ട് അതെന്താ വെച്ചാല് ആലുവയിലെ ഒരു തോട്ടുമുക്കത്ത് പരിപാടി ഉണ്ടായിന്. അമീദ് വൈസി ഞാൻ അന്ന് അവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അതിന്റെ മുന്നേ ഇയാളേറ്റൊന്ന് ബന്ധപ്പെടണമല്ലോ, എന്നാ നമുക്ക് എന്തെങ്കിലും കിട്ടി അവിടെ പറയാച്ചിട്ട് ഞാനൊന്ന് വിളിച്ച് ഞാൻ ഇബലമാരി ബോളെടുത്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു സലാമാണ് അരിമ്പ്രെന്നാണ്. ഇയാൾക്കെന്ത് സലാമ അരിമ്പ്ര? അതിൽ ഇയാള് ചോദിച്ചിന്നോട് ആരാണ് ചോദിച്ചു. പിന്നെ ഞാൻ അവിടുത്തെ ഒരു മുരീദാണ്. മൂപ്പർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാല് വലിയ കയറല. ഞാൻ ആദ്യം ചോദിച്ചത് എങ്ങനെയാ വെച്ചാല് ഫോൺ എടുത്തപ്പോ തന്നെ ഉദയവിന്റെ അടുത്ത് ക്ലിപ്പുണ്ടായി. ഞാൻ എന്റെ വേറെ സെറ്റിലാണ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നീനി. ഞാൻ വിളിച്ചപ്പോ തന്നെ ചോദിച്ചാൽ എന്താ വെച്ചാല് മഹാനല്ലേ എന്നാ. മൂപ്പര് പറയാം. ഇതുപോലെ നിഷേധിക്കാണ് ഈ കൊണ്ടോട്ടി അടുത്ത ബുധനാഴ്ച അല്ല പിറ്റത്തെ ബുധനാഴ്ച നിങ്ങളെല്ലാരും പങ്കെടുക്കണം. അവിടെ പരിപാടി നിങ്ങൾക്ക് അവിടുന്ന് കേക്കത്. സെയ്ദാലിപ്പാജിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. കാരണം എന്നോട് അബൂബക്കർ ഉദവി അന്ന് സെയ്ദാലിപ്പാജിയും സൈനുലാബിദിയും പൈസയൊക്കെ വിട്ടിട്ടുണ്ട് തരീക്കത്ത്. നമുക്ക് അതൊന്ന് ചോദിച്ചു നോക്കാണ്. ഉദവിന്റെ ഫോണെന്നാ വിളിക്കണോ എന്റെ സിം ഇട്ടാണ്ട്. അതില് ഞാൻ വിളിച്ചു. മഹാനല്ലേ ചോദിച്ചു. എന്നോട് അതിന് ആരാഴ്ച? ഞാൻ സലാമാണ് അരിമ്പ്രെന്നാണ്. ഇങ്ങനെ പിന്നെ ആരാഴ്ച? അവിടുത്തെ ഒരു മുരീദാണ് പറഞ്ഞ. അതിലെന്തിനാ വിളിച്ചു വെച്ചങ്ങനെ? അതില് പറഞ്ഞു സെയ്ദാലിപ്പാജിയും പിന്നെ സൈനുലാബിദിയും പൈസി വയനാടൊക്കെ തൊരീക്കത്ത് വിട്ടു എന്ന് കേൾക്കുന്നുണ്ട് മഹാനവറുകളെ. മുണ്ടംപറമ്പൊക്കെ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. നമുക്കിന് മറുപടി പറയാൻ കഴിയണില്ല. അതിൽ വല്ല സത്യം ഉണ്ടോ അതോ മുണ്ടംപറമ്പ് കളവ് പറഞ്ഞ് നടക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചാൽ അതിൽ മൂപ്പര് എന്നോട് പറഞ്ഞ ഒരു മുറബിയായ ഷേഖ് എന്ന് പറയുന്ന ആള് എന്നോട് പറയാണേ ലൂത്ത് പണി എടുത്താല് സംഘടനയിലാണെങ്കിൽ പ്രൊമോഷൻ കിട്ടും, കയറ്റം കിട്ടും. തൊരീക്കത്തിലാവുമ്പോ പുറത്താക്കും. അത് ഏത് തൊരീക്കത്തിലാ പറഞ്ഞതെന്ന് ഓല് ഏത് കിതാബ് വെച്ചിട്ട് തെളിയിച്ചാറ്റേ. അങ്ങനെ ഒരു തെരീക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരീക്കത്തിലാവുമ്പം ഒരു മുരീദ് ഒരു തെറ്റ് ചെയ്താൽ പുറത്താക്കണമെന്ന് ഏത് തെരീക്കത്തിലാ പറഞ്ഞത്? എന്നാ പിന്നെന്തിനാ ഷെയ്ഖിന്റെ ആവശ്യം? മുരീദ് തെറ്റ് ചെയ്യുമ്പോ തെർബിയത്ത് ചെയ്യാനല്ലേ. ഷെയ്ഖ് എന്ന് പറഞ്ഞാല് പുറത്താക്കല. ഇയാള് പറയാ പിന്നെ ഒരു കറാത്ത് പോലും ചെയ്യാൻ ഷെയ്ഖ് സമ്മതിക്കൂലെന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ മുരീദല്ല, ഖലീഫാണ് ഈ ലൂത്ത് പണിയിരിക്കണേ. അതെപ്പോഴല്ലേ ഷെയ്ഖ് ഉറങ്ങുക? അപ്പോള് അതുപോലെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ കേൾക്കണ പൊട്ടന്മാർ ഈ അബ്ബാസും ഇസ്മായിലൊക്കെ ഇത് കേൾക്കാണ് ഇങ്ങനെ തൊള്ളിക്ക് നോക്കി അങ്ങനെ ഇരിക്കാന്നല്ലാതെ ഓലെന്നാൽ ഈ കിതാബ് ഷേഖിന് തിരിയില്ലെങ്കിലും ഓലീതാ ഈ പട്ടിക്കാരനും ദാറുലുദേനൊക്കെ പഠിച്ചു പോയിട്ടില്ലേ? അത് വെച്ചിട്ടും ചിന്തിക്കണ്ട ഈ പൊട്ടം പറയണതിൽ വലിയ കാര്യമുണ്ടോന്ന്. അതില്ല, ഈ ലൂത്ത് പണി എടുത്തിട്ടാണ് സെയ്ദാലിപ്പാജിന് ഈ സൈനുലാബിദി പൈസനൊക്കെ പുറത്താക്കിയത്. എങ്ങനെ എത്രത്തോളം വിശ്വസിക്കാം നമ്മള്? ഇങ്ങനെ ലൂത്ത് പണി നിൽക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഖലീഫ ആക്കുന്നാല് ഒരു തരീക്കത്തിന്റെ ഖലീഫ ഒരാളെ കൽബിക്ക് നോക്കിയാലാണ് ഒരു മുറബിയായ ഷേഖ് ഖലീഫാക്കലൊക്കെ. ഇങ്ങനെ തേച്ചു പോണ ആൾക്കാരാണ് ആദ്യം. കാരണം മുമ്പേ അറിയണ ആളാണ് ഷേഖ്. കാരണം എന്താ വെച്ചാല് ഈ സമസ്തന ബ്രിട്ടീഷ് സംഘടനയാണെന്ന് പറയുന്നത് ഇസ്മായിൽ ഉസ്താദൊക്കെ ആദ്യം സമസ്തന്റെ മധുവും ഞമ്മക്കൊക്കെ പറഞ്ഞതിനെ കേൾക്കണം. ആ ഇസ്മായിൽ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മമ്പുറം മക്കാമിന്റെ വിഷയം വന്നെന്ന് ഈ സിദ്ദീഖ് കരിമ്പറിന്റെ വാപ്പാനോടെ പറഞ്ഞേ
വീരാനാജി അരിമ്പ്രനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പോയി ചോദിച്ചാരാ എന്താ ഷെയ്ഖാന്ന് ഈ ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞു, ഷെയ്ഖിനെ ദുആ ചെയ്തിട്ടുണ്ട്, അത് സമസ്തക്കന്നെ കിട്ടുള്ളൂ, ദാലുദന്റെ കീഴിൽ വരും മമ്പറമക്കാമേ. ബേജാറാണ് ഓൽക്ക് ഇവിടുന്ന് പോണേന്. കാരണം എന്താണ്, അന്ന് സമസ്ത എതിർത്തിട്ടില്ല. ഇതിങ്ങനെ ദിമ്മ ചുറ്റിപ്പണ് കൂടാ നോണ പറയാണ്. അപ്പൊ ഈ ബ്രിട്ടീഷ് സംഘടനക്ക് എന്തിനാ ഈ കുത്തുബ് സമാൻ ദ്വാരിക്കണേ? അതെന്തിനാ? കാരണം 1921 ഈ 21ന്റെ മുമ്പ് തന്നെ ഈ എന്താണ് സമസ്ത ഉണ്ടാക്കി അന്ന് തന്നെ എന്ത് ചെയ്തേണ്, ഈ സമസ്ത 1926 ഉണ്ടാക്കുന്നതിന് മുന്നേ എന്ത് ആ സമയത്ത് തന്നെ കുത്തുബീങ്ങളും അന്നത്തെ കുത്തുബും അന്നത്തെ ഔലിയാക്കളും മൂക്കത്ത് വിരൽ വെച്ചു എന്നാണ് പല പ്രകാശത്തിൽ എഴുതിയേ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവൂലേ? അന്ന് മൂക്കത്ത് വിരൽ വെച്ച സംഭവം ഇയാൾ ഈ ജനങ്ങളോട്, കേരളക്കാരിലുള്ള ജനങ്ങളോട് പറയാൻ എന്തിനാ 2006 വരെ കാത്തുതീർന്നേ? അന്നേനെ അറിയുന്നല്ലോ ഇവർക്ക്. സമസ്ത ഉണ്ടാക്കിയപ്പോ ഔലിയാക്കളൊക്കെ മൂക്കത്ത് വിരലച്ചാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ ഞാൻ പറ്റൂല, അത് ബ്രിട്ടീഷ് സംഘടനയാണ്. ഇത് സമസ്ത പല തെരീക്കത്തിനാണ് എതിർത്തെന്ന് കേട്ടോട് കൂടി തുടങ്ങി. ഇത് ബ്രിട്ടീഷ് സംഘടനയാണ്, ജാരസന്ധതയാണ്, ചെറുശ്ശേരി ഉസ്താദ് അയലിൽ ഉണ്ടായതാണ്, അതൊക്കെ പറഞ്ഞേ. എന്താ ആ ഓലൊക്കെ കെലിമ ചൊല്ലിയും ചിരിച്ചു വിളിച്ചൊക്കെ മരിച്ചിട്ട് ഞമ്മക്കൊന്ന് കാണണമല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാര് അതൊന്ന് കാണണം നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ദീനിന് എന്താ അടിസ്ഥാനം അവിടെ ഉള്ളത്? കണ്ട ഉസ്താദുമാരെയും തങ്ങന്മാരെയും സയ്യിദന്മാരൊക്കെ ചീത്തടിച്ച് അങ്ങോട്ട് ഇടിച്ചു മരിച്ചും ചേച്ചാ. അത് നല്ല പരിപാടിയല്ലേ? ഇത് നല്ല പരിപാടിയാ. കാരണം എന്താ വെച്ചാല് ഓല് ചിരിച്ചു മരിച്ചത് പറയാന്നല്ലാതെ ഒരാള് ചിരിച്ചു മരിച്ചവർക്ക് തെളിയിക്കാൻ കഴിയൂല. അത് വെറുതെ പറയാ. നമ്മളാരും ഓരോ ആൾക്കാർ മരിച്ചോടത്ത് പോയേക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഇസ്മായിൽ ഉസ്താദിന്റെ അമ്മ മരിച്ച വിഷയം നമ്മൾ പറയാക്കാന്നല്ലേ? ഒരാൾ മരണപ്പെട്ടു പോയ ആളെ കുറിച്ച് പറയാതെക്കാന്നല്ലേ? ഉസ്താദ് വിശദീകരിക്കട്ടെ, ഇസ്മായിൽ ഉസ്താദ് വിശദീകരിക്കട്ടെ എങ്ങനെ മരണപ്പെട്ടതെന്ന്. പുല്ലൂര് അബ്ദുൽ മരിച്ചത് എങ്ങനെ പറയട്ടെ? പുല്ലൂര് വേറുള്ള ഓലൊരു മുരീദിന്റെ മകണ്ട് വയനാട് മീൻ പിടിക്കാൻ പോയപ്പോ കരണ്ട് പിടിപ്പിച്ച് മീൻ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അവിടുന്ന് കരണ്ട് പിടിച്ച് മരിച്ചേക്കാം. അവൻ ചിരിച്ചാണോ എങ്ങനെ മരിച്ചോ പറഞ്ഞേറ്റോല്? ഈ ഇസ്മായിൽ ഉസ്താദിന്റെ ഉമ്മ മരിച്ച വിവരം സ്വന്തം മുരീദിനെ കുറിച്ച് ആര് ഇസ്മായിൽ ഉസ്താദിനോട് റഹീം ഉസ്താദ് തന്നെ ചോദിച്ചു എന്നാ പറഞ്ഞേ. മുണ്ടംപറമ്പിന്റെ അടുത്ത് ക്ലിപ്പുണ്ടത്, റഹീം ഉസ്താദ് പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇസ്മായിൽ ഉസ്താദിനോട്, നിങ്ങളമ്മ ചിരിച്ചിട്ടില്ലല്ലോ മരിച്ചപ്പോൾ. അപ്പൊ ഉസ്താദ് കൊടുത്ത മറുപടി എന്താ അറിയോ? അത് റൂഹ് ചിരിച്ചിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് ആളെ പൊട്ടീസാക്കാനുള്ള ഒരു പരിപാടിയാണ് ഓളെ ചിരിച്ചു മരിച്ചു. ഒന്ന് സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ്. ഇതന്നെ അവർക്ക് വരാനുള്ളൂ. എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും അതിനുള്ളൂ, വേറെ ഒന്നും വരാനില്ല. നിങ്ങൾ നോക്കണ്ട.